നമ്മളിന്ന് വന്നിട്ട് പുതിയൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് ആൻഡ് ഐ ആം പ്ലേയിങ് ദിസ് ഇൻ മൊബൈൽ ഗൈസ്. സോ അതുകൊണ്ട് ഇച്ചിരി സീനായിരിക്കും. എന്നാലും നമ്മളൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് തുടങ്ങുകയാണ്. സോ കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മുടെ ചാനലൊക്കെ നമ്മൾ തിരിച്ചു വരുന്നത്. സോ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ സർവൈവലിലാണ് ഇട്ടേക്കുന്നത് ആൻഡ് ഡിഫിക്കൽട്ടി ഈസിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ പിന്നെ കമാൻഡ് ഓണാക്കി വെച്ചേക്കുന്നത് എനിക്കൊരു കാര്യം ചെയ്യാനാണ്. ഞാൻ കീപ്പ് ഇൻവെൻട്രി ഈ ഒരു വേൾഡിൽ ഞാൻ ഓണാക്കുകയാണ്. ബിക്കോസ് മൊബൈൽ പ്ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് തന്നെ കൊടുക്കാം. നല്ലൊരു ടറയും കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു ഗൈസ്. നല്ലൊരു സീഡ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, മേ ടേക്ക് ലോങ് ടൈം. ഓക്കെ ലോഡായി വരുന്നുണ്ട്. സമയമെടുക്കും ഗൈസ്. സോ ഇത് ലോഡായി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഈ ഒരു വേൾഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് ബോസിനെ കൊല്ലും, മീൻസ് നമ്മുടെ ഡ്രാഗനെ കൊല്ലും, വാർഡിനെ കൊല്ലും, വിതറിനെ കൊല്ലും, റെയ്ഡ് നടത്തും, അതേപോലെ തന്നെ ബ്രീസിനെ കൊല്ലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, ടെറൈൻ ലോഡായി വരുന്നുണ്ട്. നല്ലൊരു വേൾഡ് കിട്ടണേ. ഡെസേർട്ട് ബ്രോ. ഓക്കെ, നമുക്കൊരു കമാൻഡ് ഇപ്പോഴേ തന്നെ ചെയ്തേക്കാം. മീൻസ് സ്ലാഷ് ഫിഷ് അങ്ങനെ കണ്ടില്ലേ, ചാറ്റ് പോയിട്ട്. ഓക്കെ, കീബോർഡ് ഓഫാക്കി ചാറ്റ് എടുത്ത് ഇതല്ല സ്ലാഷ് ഗെയിം റൂൾ കീപ്പ് ഇൻവെന്ററി ട്രൂ. ഇങ്ങനല്ല ഒരു മിനിറ്റ്. സ്ലാഷ് ഗെയിം നോക്കട്ടെ, കീബോർഡ് നോക്കട്ടെ. ഓക്കെ, കീബോർഡ് എടുത്തു. ഗെയിം റൂള് കീബോർഡ് നോക്കി. കീപ്പ് ഇൻവെന്ററി ട്രൂ. ഇങ്ങനെയല്ലേ നോക്കട്ടെ. യെസ്. ഓക്കെ ഗൈസ്, ഈ ഒരു സാധനം മാത്രമേ ഞാൻ ഈ കമാൻഡ് വെച്ച് യൂസ് ചെയ്തുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇനി നോക്കത്തില്ല. ഓക്കെ, നിങ്ങൾ അതിനെ പേടിക്കണ്ട. ഈ ഒരു ടെറൈൻ നമുക്ക് ഇച്ചിരി പണി തരുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു വേൾഡ് ജനറേഷൻ നല്ല പണി തരും. നമുക്ക് കുറച്ച് സ്റ്റിക്കൊക്കെ എടുക്കാം. ഒരു കടല് കിട്ടിയാൽ പോലും പണിയാണ്. ഇത് കടലാണെന്ന് തോന്നുന്നു. അല്ല അവിടെ ചെറിയൊരു പിങ്ങിഷ് കാണും. നമ്മുടെ മൊബൈൽ പ്ലെയർ ആണ്. ഓക്കെ, നമ്മളിത് എന്ത് ചെയ്യും ഗൈസ്? ഈ ഒരു പന്ന സീനാണല്ലോ കിട്ടിയത്. ഞാൻ നല്ലൊരു സീൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, സ്പോണിൽ തന്നെ വലിയൊരു ഡെസേർട്ട് ഉണ്ട്, അത് നല്ല കാര്യം. ബട്ട് അവിടെ ഡെസേർട്ടിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ താല്പര്യമില്ല ഗൈസ്, സീരിയസ്ലി. പക്ഷേ ഇവിടെ കാണും മറ്റേ ഇത് കിട്ടുകയാണെങ്കിൽ ലക്കായിരിക്കും. ഡെസേർട്ട് ടെമ്പിൾ ജസ്റ്റ് ഒരു സവാനയെങ്കിലും താടാ. ആൻഡ് ഇത് നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ കണ്ട് മൈൻക്രാഫ്റ്റ് സീരീസ് ആണ്. ആദ്യത്തേത് ഞാനൊരു മൊബൈൽ സീരീസ് ആണ്. അത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. ആൻഡ് എനിക്കതിനോട് ഒരു മൂഡ് വന്നില്ല. ആൻഡ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്ഡേറ്റ് ഒക്കെ വന്നു. എൻ്റെ ഒരു വേർഷൻ വർക്കാ. വില്ലേജ് അല്ലേ തന്നെയല്ലേ? വില്ലേജ് അല്ലേ? തന്നെ. ഓക്കെ, ഒരു ബെഡ് അടിച്ച് മാറ്റാം. മാറങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അയൺകോളത്തിന് കൂടെ തട്ടാം. അതേപോലെ ഫസ്റ്റ് തന്നെ ഫുഡും കിട്ടും ചെയ്തിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമുക്കിതുവരെ ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആയിട്ടില്ല. അതാണ് അങ്ങോട്ട് കുറച്ച് പച്ചപ്പ് കാണുന്നത്. ഈ നമുക്ക് നോക്കാം. വെയിറ്റ്, കുറച്ച് സാധനങ്ങൾ ഇതിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത് നമുക്ക് അടിച്ചു മാറ്റാം. ഓക്കെ, ഒരു ബെഡ് സെറ്റായി, 10-20 ഫുഡ് സെറ്റ്. ഇവിടെ അയങ്കോളം കാണത്തില്ലേ? കാണുമല്ലോ. പിന്നെ ഇവിടെ ക്യാരറ്റ് ഉണ്ട്, ഇത് ബീട്രൂട്ടാ.
ഇതേതാ? അതെല്ലാം ബീറ്റ്റൂട്ടാണ്. ഇത് ക്യാരറ്റ് അല്ല, ഏതാ ക്യാരറ്റ്? ഇത് എൺകോളം തോണ്ടേക്കും. വെയിറ്റ്, എനിക്ക് ഡർട്ട് എവിടുന്ന് കിട്ടി ഗൈസ്? അതിപ്പോ ഇവരെ ഓ മൈ ഗോഡ്, ഇപ്പൊ എന്റെ അയൻകോളം പണി തരും. ഇത് ഇച്ചിരി സമയം എടുക്കും ഗൈസ്, ബിക്കോസ് ഞാനൊരു ടൂള് പോലും ഇല്ലാതാണ് ഇവരെ അടിച്ചു കൊല്ലുന്നത്. ഒരു അഞ്ചായൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര കിട്ടി? 4 ഓക്കെ. അവിടെ ക്യാമൽ നിൽക്കൊണ്ട് ഞാനൊരു മരം ഷുഗർ കെയിൻ. എൻ്റെ ഹങ്കർ തീർന്നു ഗൈസ്. വില്ലേജ് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടോ? ഇല്ല, ചാടാൻ പോലും പറ്റുന്നില്ല. ഒരു മരം ഒപ്പിക്കാൻ പറ്റുന്നു. അയ്യോ, ഇവിടെ എന്താ ഇത്ര സ്ഥലത്ത് മാത്രം? പൊന്നു ഗൈസ്, ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഓക്കെ അവിടെ കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്. നൈറ്റ് ആവുന്നു. ഫസ്റ്റ് നൈറ്റ് നമുക്ക് എങ്ങനെ സ്കിപ്പ് ചെയ്യാം? അല്ലെങ്കിൽ നൈറ്റ് സ്കിപ്പ് ചെയ്യുന്ന ഇവന്മാര് സോബിനെ കാണുമ്പോ അയൺകോളം വരും. അതൊന്നും നോക്കാറില്ലേ? അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കത്തില്ല. മേളിലെന്തോ പശു ഫാമം കണ്ടു. ഒന്ന് കേറ്. ഉറങ്ങി ഗൈസ്. സ്വീറ്റ് ഡ്രീംസിന്റെ അഡ്വാൻസ്മെന്റും കിട്ടി. ഇനി നമുക്ക് ഇവിടോട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തേ. നമുക്ക് ഒന്ന് ചാവാം ഗൈസ്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ചത്തു. റീസ്പോൺ കീപ്പ് ഇൻവെന്ററി ഓണാണ് ഗൈസ്, പേടിക്കണ്ട. ഇനി നമുക്ക് ഓടി വേറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. അവിടെ ആണ് ഒരു സാൻഡ് ബയോ. സോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നേ ഉള്ളൂ. ഡെസേർട്ടിൽ നിന്ന് ഇച്ചിരി നടന്നേ ഉള്ളൂ. ഒരു വില്ലേജ് ഇച്ചിരി പോയാൽ കിട്ടും ഗൈസ്. ഓക്കെ, നമ്മളിവിടെ ഒരു ജംഗിളി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കാം. ഫൈനലി ഞാൻ ഈ ജംഗിളിൽ തന്നെ അങ്ങ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസ്. നമുക്കൊരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കി സെറ്റാണ്. ഓക്കെ, നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഇത് വെച്ച് ഫുള്ള് ലോഗാക്കി ക്രാഫ്റ്റിംഗ് ടേബിള് വെച്ച് മാറാം. അടിക്കുക ഞാൻ ഇപ്പോൾ. അവിടെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റില് നമ്മുടെ ഒരു ഫസ്റ്റിലത്തെ ബിഗ് ക്യാക്സ്. നമുക്ക് ഈ അയൺ ഇപ്പോൾ കയ്യിലിരിക്കട്ടെ. നമുക്കിപ്പം നമ്മുടെ വുഡൻ പിക്കാക്സ് തന്നെ മതി. സോ ബേസിക്സ് നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വുഡൻ പിക്കാക്സ് തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഇച്ചിരി കൂടെ ഒന്ന് അകത്തോട്ട് കയറി എവിടെയെങ്കിലും ഇച്ചിരി ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് സോംബികളൊക്കെ സ്പോണാവും. ഓക്കേ, സോ ഇവിടെ ഇത് പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. ചെറിയ ജംഗിളാണ്. ഞാൻ വിചാരിച്ചു വലിയ ഗജാന്തരം വലിയ ജംഗിളാണെന്നൊക്കെയാണ് വിചാരിച്ചത്. ഗൈസ്, ചെറിയൊരു ജംഗിളാണ്, പേടിക്കണ്ട. ഓക്കെ, നമുക്കൊരു ഷോറിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പുറത്തെ സൈഡിലേക്ക് അവിടെ ഇച്ചിരി കൂടെ നല്ല സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു തമ്പടിക്കാൻ മീൻസൊരു കൊട്ടിക്കട്ടെ. ഇനി ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ബെഡ്, ജസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഇതിൽ നിന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. പിന്നെ ഇതിൽ ചെറിയ ചീറ്റാണ് നിങ്ങൾ ആയിരിക്കും. ബിക്കോസ് ഞാനാണെങ്കിൽ ഒരു ഇത് ചെയ്തത് കീപ്പ് ഇൻവെന്ററി ആണ്. ഞാനൊരു മൊബൈൽ പ്ലെയർ ആണ് ഗൈസ്. അതുകൊണ്ട് മൊബൈലിൽ കളിച്ചവർക്ക് അറിയാം ഗൈസ് എങ്ങനെ ഒരു
ഭയങ്കര പാടാണ് മൊബൈൽ കളിക്കുന്നവർക്കറിയാം. ഓക്കെ, ഫസ്റ്റിലത്തെ നമ്മൾ ഫുഡ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം പ്ലീസ്. ഒരു ചെസ്റ്റ് കൂടെ ഉണ്ടാക്കി നമ്മളെ ഇരിക്കുന്ന സാധനമല്ല അതിനകത്തോട്ട് ഉണ്ടാക്കാം. ഭയങ്കര പാടാണ് ഈ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ, ഭയങ്കര പാടാണ്. ബിക്കോസ് അറ്റാക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ മരം വെട്ടുന്ന ബട്ടൺ ഉണ്ട്, ഈ മരം വെട്ടുന്ന ബട്ടൺ വേണം അറ്റാക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ വേണം. നമ്മളിപ്പം നടക്കുന്ന ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ വേണം. സോ പിന്നെ സ്ക്രീൻ തിരിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഫിംഗർ യൂസ് ചെയ്യും പ്ലീസ്. ഇതൊക്കെ കൊണ്ടാണ് PC. ഓ, ഈ വീട്ടിൽ കാണിക്കുന്ന ഇവന്മാർ കൂടെ വരുമ്പോൾ ദെൻ കുറച്ച് പ്ലാങ്ക് എടുത്തു. ഒരു ചെസ്റ്റ് ഇരിക്കട്ടെ. ബെഡിൽ കിടന്നു. റീസ്പോൺ പോയിന്റ് സെറ്റല്ലേ. ഓക്കെ, ഇൻവെന്ററി എടുക്കുക. ബാക്കിലോട്ടൊന്ന് നീങ്ങടാ. ഓക്കെ, നൈറ്റ് ആകാൻ തോന്നുന്നു. നമുക്കൊന്ന് കിടക്കാനില്ല. ഷിഫ്റ്റ് അടിച്ചിട്ട് എൻ്റെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പം തൽക്കാലത്തേക്ക് ഇതിനകത്തോട്ട് വെക്കാം. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ തന്നെ ഒരു ബേസ് സെറ്റാക്കാം. ഓക്കെ, ഉറങ്ങാം. ആയില്ല, നൈറ്റ് ആയില്ല. നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി 2 ദിവസം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഗൈസ്, അങ്ങനെ 2 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളാകെ സ്വീറ്റ് ഡ്രീംസിൻ്റെ അഡ്വാൻസ്മെൻറ്റും അക്വയർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അതായത് അയൺ ഉണ്ടാക്കുന്ന ഒരു അഡ്വാൻസ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. വെയിറ്റ് അതിന് മുമ്പ് കോർഡിനേറ്റ്സ് വലിയ ദൂരമൊന്നുമില്ല. 570, 67, 347. വേണ്ടേ ഇവിടുന്ന് വേണ്ട ആ ഒരു ഡയറക്ഷനിലോട്ട് പോയാൽ മതി. ആ ഒരു ഡയറക്ഷനിലോട്ട് പോയാൽ നമ്മുടെ വില്ലേജ് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് വില്ലേജറിനെ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല. നമുക്ക് വേറെ എവിടുന്നേലും എടുക്കാം ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ, ഇവിടെ കുതിരയൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് മലയാ? ഓക്കെ, ഞാനിപ്പോൾ നോക്കാം. മലയുടെ മേളിൽ കയറി. അല്ല വേണ്ടത് ഗൈസ്, നമുക്ക് അടുത്ത എപ്പിസോഡ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ ഇപ്പം നിൽക്കാം. ഓക്കെ, അടുത്ത എപ്പിസോഡ് നാളെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ വേണ്ട ഒരാഴ്ച ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത എപ്പിസോഡ് നാളെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് സീഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറേ തത്തയുണ്ട്. നമുക്ക് തത്തേനെ ടൈം ചെയ്തുകൊണ്ടുവരായിരുന്നു. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye-bye. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on the middleman. Ain't nothing but a gold thing.